എന്താ പറയുക, ഞാൻ വയനാട് റിപ്പോർട്ട് ചെയ്യാൻ പോയിട്ടുള്ള ആളാണ്. അപ്പോൾ ആ ഓർമ്മകളിലോട്ടൊക്കെ പോയി. എന്തായാലും ആ മനുഷ്യൻ്റെ അങ്ങേറ്റ നിസ്സഹായമായ വേദന, അതിൻ്റെ ഫീല് ഓരോ കാണുന്ന ആളെയും ആളുടെ ഉള്ളിലേക്ക് എത്തിക്കാൻ ഈ സിനിമ കഴിയുന്നുണ്ട്. മണിയാർ പ്രവർത്തകർക്ക് ഒരുപാട് ഇന്ദ്രൻസേൻ്റെ പ്രകടനമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഗംഭീരമായിരുന്നു. പക്ഷേ പലരും ഇപ്പോൾ നമ്മളൊക്കെ മല കാണാൻ വേണ്ടി ടൂറിസ്റ്റുകളെല്ലാം പോകുന്നുണ്ട്, പക്ഷെ അവർ ജീവിക്കുന്നവരുടെ അവസ്ഥ അവർക്ക് അറിയത്തുള്ളൂ. അതെ, അതൊക്കെ തന്നെ സിനിമയിൽ കാണിച്ചു പോകുന്നുണ്ട്. നമ്മൾ അടുത്ത കാലത്ത് ഒരുപാട് കാണുന്നുണ്ട്, വാർത്തയിൽ കാണുന്നുണ്ട് നമ്മൾ ആ കാര്യങ്ങൾ. ഞാൻ പറഞ്ഞില്ലേ, വയനാട് റിപ്പോർട്ട് ചെയ്യാൻ പോകാനാണ്. അപ്പോൾ അത് പക്ഷേ ജീവിതത്തിൽ തന്നെ ഏറ്റവും വലിയ വേദനകളൊന്നായിട്ട് ഇപ്പോൾ ഉള്ളിൽ നിൽപ്പുണ്ട്. ആ വേദനയിലോട്ടൊക്കെ വീണ്ടും പോയി. പ്രത്യേകിച്ച് പറയാനുള്ള കാരണം പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം ഈ അടുത്ത കാലത്താണ് ചുവടുമല ദുരന്തമൊക്കെയാണ്. അപ്പോൾ നമ്മൾ എന്തുമാത്രം സൂക്ഷിക്കണം എന്നുള്ളത് എനിക്കിപ്പോഴും പറയാൻ പറ്റും. മനസ്സിലായത്. ഈ പടത്തിൽ ഏതൊക്കെ തരത്തിലുള്ള പ്രേക്ഷകർക്ക് ഈ പടം ഇഷ്ടപ്പെടും? നല്ല ക്ലാസ് മൂവി, ടെക്നിക്കൽ സൈഡിലൊക്കെ ഓക്കെയാണ്. നല്ല ക്യാമറ, നല്ല സ്ക്രിപ്റ്റ്, എല്ലാം കൊണ്ട് നല്ല പടമാണ്. ഇമോഷനൊക്കെ നന്നായിട്ട് വർക്കായി അല്ലേ? അല്ല, ഞാൻ പറയുന്നത് വെരി ഗുഡ്, താങ്ക് യു. നല്ല സിനിമ. നിങ്ങളുടെ നമ്മുടെ ഇന്ദ്രൻസേട്ടൻ്റെ പ്രകടനം റഹ്മാനും ഒക്കെ വളരെ നന്നായിരുന്നു. ആർട്ടിസ്റ്റൊക്കെ നന്നായിരുന്നു. ശരി, ഒരു നടന്ന സംഭവം പോലെയാണ്. റിയലിസ്റ്റിക് മൂവി നന്നായിരുന്നു. എല്ലാവരും നന്നായിട്ട് അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ദ്രൻസേട്ടൻ്റെ പ്രകടനമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്ദ്രൻസ് വളരെ നന്നായിട്ടുണ്ട്. നാച്ചുറൽ ആക്ടിങ്, അതുപോലെ റഹ്മാനും നന്നായിട്ടുണ്ട്. ഒരുപാട് പടമാണ്, പക്ഷേ കുറച്ച് ലാഗുണ്ട്. സീരിയസ് തീം നന്നായിട്ട് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ലാഗ് കൂടെ ഒഴിവാക്കിയാൽ കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയി. ഉദാഹരണത്തിന് ഇൻഡൻസ് സ്കൂട്ടറിൽ പോകുന്ന ആ സീൻ, അതൊരു 3-4 മിനിറ്റ് ആ സ്കൂട്ടർ കാണിക്കാം. അവർ ആ ലെങ്ത് എത്തിക്കാൻ വേണ്ടി ചെയ്തതാണ്. അല്ല, അതല്ല അരി. പക്ഷേ ഇതിന്റെ പശ്ചാത്തലമൊക്കെ ഏകദേശം ആ ഒരു ഇൻസിഡന്റിനെ ബേസ് ചെയ്തിട്ടുള്ള പടമല്ലേ? അല്ല, നന്നായിട്ട് അത് അതുപോലെ ആവിഷ്കരിച്ചിട്ടുണ്ടല്ലേ? ഗുഡ് ഡയറക്ടർ. ഇതൊരു അറ്റംപ്റ്റ് ഇത്രയും ആളുകളെ ഒരു ക്യാമറയിൽ ഫേസ് ചെയ്യിപ്പിച്ച് നന്നായിട്ട് ചെയ്തു. ഇൻഫ്ലുവൻസ് വളരെ നന്നായി. ഔട്ട്സ്റ്റാൻഡിംഗ് തന്നെ പറയാം. ഫസ്റ്റ് ഫിലിമായിട്ട് എനിക്ക് തോന്നി ഡയറക്ടറെ വളരെ ഒരു മിനിറ്റ് പോലും നമ്മൾ എന്താ പറയുക അധികം മാറിപ്പോയി. അപ്പോൾ ഫോക്കസ് പോകാതെ ശ്രദ്ധിക്കാൻ പറ്റുമെന്നുള്ളൊരു കൂടെ എന്താ പറയുക ജീവിതത്തിലെ മെസ്സേജ് ആയിരുന്നു. എന്തോ കുറച്ചൊക്കെ പറയാം സാർ, കേൾക്കുന്നത് വളരെ നല്ലൊരു പബ്ലിക് ഇൻട്രസ്റ്റ് ഉള്ള സബ്ജക്ട്. ഇതൊരു മുണ്ടക്കൈ ഇൻസിഡന്റിനെ സംബന്ധിച്ച് ആവിഷ്കരിച്ചൊരു പടമല്ലേ ഇത്? മുണ്ടക്കൈ ഇൻസിഡന്റ് അല്ലേ? അത് അതുപോലെ എടുത്തു വെച്ചിട്ടുണ്ട്. ആൾക്കാർക്ക് ഫീൽ ചെയ്യുന്ന തരത്തിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ കലാഭവൻ റഹ്മാൻ, ഇന്ദ്രൻസിനൊക്കെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഒരു പെർഫോമൻസിനോട് വന്നിരിക്കുന്നത്. പിന്നെ ഒരു നവാഗതനായ ഒരു ഡയറക്ടറാണ്. ടെക്നിക്കൽ സൈഡൊക്കെ ഓക്കെ. ടെക്നിക്കൽ സൈഡ്, ഫോട്ടോഗ്രാഫി, എവറിത്തിങ് സെറ്റാണ്. കണ്ടിരിക്കേണ്ട പടമാണ് ഇത്. എല്ലാവരും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും. പ്രകൃതി ഓൾറെഡി നമുക്ക് മുന്നറിയിപ്പ് തരുന്നുണ്ട്. അത് മനുഷ്യരത് നോക്കാണ്ട് ഭൂമിയോടുള്ള ഇഷ്ടം കൊണ്ടും ജീവിതത്തിൽ പണ്ടുള്ള അവരുടെ ആ ഒരു ഉറച്ച വിശ്വാസം ഭൂമിയായിട്ടുള്ള അടുപ്പവും കൊണ്ടും അവരുടെ പല കാര്യങ്ങളും ആ ഭൂമിയായിട്ട് അടുത്ത് നിൽക്കുന്നത് കൊണ്ട് ആ ഭൂമി വിട്ട് പോലുള്ള പ്രശ്നങ്ങളൊക്കെ അത് ഫീൽ ചെയ്ത് ഇപ്പോഴത്തെ സമൂഹം കണ്ടിരിക്കേണ്ട ഒരു പടമാണ്. തീർച്ചയായിട്ടും സമൂഹം പുതിയ തലമുറ എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു പടമാണ്. ഇതിലെ കഥാപാത്രത്തിൽ ഇന്ദ്രൻസിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ എനിക്ക് പറയാൻ വയ്യ. സാറിൻ്റെ അഭിനയം ശരിക്കും ഹാർഡ്ലി ടച്ച് ചെയ്യുന്ന അഭിനയമാണ്. ശരിക്കും കണ്ണ് നമ്മൾ പറയുന്നത് നല്ലൊരു കയ്യടി കൊടുക്കേണ്ട പടമാണ്. തീർച്ചയായിട്ടും എനിക്ക് അദ്ദേഹത്തിൻ്റെ അഭിനയം കണ്ടിട്ട് എൻ്റെ കണ്ണ് നമ്മൾ ഉദ്ദേശിക്കുന്നതിൽ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ തന്നെ അഭിനയിച്ചുകൊണ്ട് നമുക്ക് പറയാം, പ്രകൃതിയോട് മനുഷ്യൻ ചെയ്യുന്ന ചില വിക്രിയയ്ക്ക് ഒരു പരിഹാരമില്ലെന്നുള്ളതാണ്. എങ്ങനെയുണ്ടായിരുന്നു അവിടെയൊക്കെ ചെന്ന് ഷൂട്ട് ചെയ്തപ്പോൾ നമുക്ക് ആ ഒരു ഫീല് കിട്ടി? അവിടെ താമസിക്കുന്നവരുടെയൊക്കെ അവിടെ വിട്ടുപോകുന്നപ്പോൾ നമുക്ക് അതിൻ്റെതായ ഭയങ്കര ഫീലിംഗ് ഉണ്ടായിരുന്നു. പ്രകൃതി അത്ര മനോഹരമായ പ്രകൃതിയുള്ള സ്ഥലമാണ്. അത്ര മനോഹരമാണെങ്കിലും പക്ഷെ അവരുടെ ജീവിക്കുന്നവരെ ഒരു നെഞ്ചിടിപ്പോട് കൂടി ആയിരിക്കും ജീവിക്കുന്നത്. സത്യം പറഞ്ഞാൽ അതല്ല, ഞാൻ അന്ന് ആലോചിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ ഒരു പെട്ടെന്നൊരു ഹോസ്പിറ്റൽ ആവശ്യം വന്നു കഴിയുമ്പോഴേ മനുഷ്യർ പെട്ടെന്നൊരു യാത്ര ചെയ്യാൻ നമ്മൾ ഇത്ര ഹോസ്പിറ്റലുകളും ഇത്ര ഇതൊക്കെ അടുത്തുള്ളപ്പം നമുക്ക് അവിടുന്ന് ആലോചിക്കാനേ പറ്റത്തില്ല. അതിനെക്കുറിച്ചൊക്കെയാണ് ഞങ്ങളൊന്ന് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അതിലൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല എക്സ്പീരിയൻസാണ്. അത് കാണാൻ പോകുന്ന പ്രേക്ഷകരോട് എന്തായിരിക്കും പറയാനുണ്ടാവുക? മനുഷ്യൻ
പ്രകൃതിയോട് ചെയ്യുന്ന ഒരു ക്രൂരത അത് പലതും നമ്മൾ ഒരു വേസ്റ്റ് കൊണ്ടിടുമ്പോൾ പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ടെന്നുള്ളത് ഈ പടത്തിലൂടെ നമുക്കത് മനസ്സിലാക്കി തരുന്നുണ്ട്. തീർച്ചയായിട്ടും എല്ലാത്തരം പ്രേക്ഷകരും ഓരോ പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് പടം മേക്ക് ചെയ്തിരിക്കുന്നത്. ഒന്ന് ക്യാമറ അതിമനോഹരമായിട്ടുണ്ട്. ഏതായാലും ചിത്രം തിയേറ്ററിൽ ഏതായാലും കാണണം.